ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എടി പൊന്നാര പൂമോളെ, നിൻ്റെ ക്യാമറ ഓണാക്കലും റീൽസും നിത്തം നശിച്ചത് ഒരു ജീവനാണ്. അതിലുപരി ഒരച്ഛൻ്റെ അമ്മൻ്റെ സ്വപ്നം, ഒരു കുടുംബത്തിൻ്റെ അത്താണി. അതിലുപരി ആ ഒരു അച്ഛൻ്റെ അമ്മൻ്റെ പ്രതീക്ഷകളാണ്, കരുതൽ, പറഞ്ഞ തീരുവലടി ആ ഒരു വേദന. അതുപോലെ സ്വന്തമായിട്ട് കാറും സ്കൂട്ടിയും ഇല്ല നീ, ബസ്സിൽ തന്നെ കയറിയിട്ട് പോയിന് ഇതുപോലെ തൊട്ടി ഒരുമി നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അയാളല്ല നിന്നെ തൊട്ടി ഒരുമി, നീയാണ് അയാളെ തൊട്ടി ഒരുമി നിന്നിന്. എന്നിട്ട് നീ നിൻ്റെ ക്യാമറ ഓണാക്കിയിട്ട് അയാളെ നീ അങ്ങോട്ട് മുട്ടിയിട്ട് നീ അയാളെ ജീവൻ നശിപ്പിച്ച്. ഈ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ നീ അയാളെ ഫോട്ടോ അടക്കം ഇട്ട് അയാളെ നീ നാണം കെടുത്തിയിട്ട്, എടി ഈ പാപം നീ എവിടെ കൊണ്ടുപോയിട്ട് കഴുകിക്കളയും? എവിടെ കൊണ്ടുപോയിട്ട് കഴുകിക്കളയൂടി? എടി ബസ്സാകുമ്പോൾ തൊട്ടുരുമി തന്നെ നിൽക്കണം. നിനക്ക് സ്വന്തമായിട്ട് ആരും തൊട്ടിയുരുമി പോകാണ്ട് നിൽക്കണമെങ്കിൽ നീ സ്വന്തം വണ്ടി എടുത്തിട്ട് പോകണടി. അല്ലാണ്ട് ഈ ബസ്സിൽ കയറിയിട്ട് തൊട്ടിയുരുമി നിന്നിന് ഓൻ എന്നെ തോണ്ടീന്, എൻ്റെ രഹസ്യഭാഗത്ത് മുട്ടീന്, സ്പർശിച്ചെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യം ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ആ ഒരു ജീവൻ എടുത്തപ്പോൾ നിനക്ക് സമാധാനമായില്ലടി. എനിക്ക് സമാധാനം ഇതുപോലത്തെ കുറേ എണ്ണമുണ്ട്. മൊബൈലും കൊണ്ട് രാവിലെ തന്നെ ഈ എന്താ പറയുക, പുഴകളിൽ ചൂണ്ടയിടാൻ പോകും പോലെ, ഇര പിടിക്കാൻ പോകും പോലെ, മീനെ പിടിക്കാൻ പോകും പോലെ, ഇങ്ങനെ മൊബൈലും കൊണ്ട് റീൽസ് എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി. ഇപ്പം നീ വൈറലല്ല, നീ ഹെയറിലായത് കേട്ടാ. നിൻ്റെ ജീവിതം പോയിനടി. നീ ഇനി നിന്നിങ്ങനെ പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിൻ്റെ ജീവിതം പോയിന്. പക്ഷേങ്കിൽ നിൻ്റെ ജീവിതത്തിനെക്കാട്ടും ഏറ്റവും വിലയുള്ളതാണ് ആ ചങ്ങായിര ജീവൻ. അത് നീ കളഞ്ഞില്ലടി. ഓൻ മാനവും അഭിമാനവും ഇല്ലവനാണ്. അവനെ നീ സോഷ്യൽ മീഡിയയിലിട്ട് നാണം കെടുത്തിയപ്പം അവനിക്ക് നാലാളെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പം ആ ഒരു മനോവിഷമത്തിനടി അവൻ ജീവൻ ഒടുക്കിയത്. അവനൊരാണായതുകൊണ്ടാണ്, അവനൊരു തറവാട്ട് പിറന്നൊരാണായതുകൊണ്ടടി. അല്ലാണ്ട് നിന്നെ പേടിച്ചിട്ടല്ല കേട്ടാ. നീ നാണം കെടുത്തത് കൊണ്ട് അവൻ ആ നാണക്കേടിനാണ് അവനിപ്പോൾ അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളത്. എടി മഹാപാപി, നീയെല്ലാം നശിച്ചിട്ടില്ലെങ്കിൽ അത് ചൊല്ലടി,